കളിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആണ്. സോ അപ്പം നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. സോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്താണെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂ ഒരു ഷോപ്പ് തുടങ്ങിയതേ ഉള്ളൂ, പേരുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ആക്ച്വലി ഇതൊക്കെ മാറ്റാം, പേരൊക്കെ മാറ്റാം. സോ ഞാൻ ഈ ഒരു സിറ്റിയിൽ ആദ്യമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ റേഞ്ച് റോവർ കാറിലായിരുന്നു വന്നത്. അപ്പം എന്തായാലും ഞാൻ ആദ്യമേ വിചാരിച്ചു ഈ ഭാഗത്ത് കാണുന്ന എൻ്റെ കടയാണ് അത്. പക്ഷേ അവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കുഞ്ഞു പെട്ടിക്കടയാണ് നമ്മളതെന്ന്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ നമുക്കിത് വലിയതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ $50 ഉണ്ട്. സോ $50 നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ടേൺ ഓൺ സ്വിച്ച് നമുക്ക് ഓണാക്കുന്നില്ല. സോ നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തൊരു സംഭവമുണ്ട്. സോ ഫസ്റ്റ് അപ്പോൾ തന്നെ ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടെ. സോ നമുക്ക് ഇതാണ്ടത് ഇങ്ങനെ വെക്കാം. സോ ഇത് കൊള്ളാം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. സോ ഗൈസ്, അപ്പം നമുക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോപ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാനാണ്. സോ ഫസ്റ്റ് നമുക്കൊരു ഇത് മേടിക്കാം. $11, ഒരാൾ $6, $18 ആൻഡ് ലാസ്റ്റ് $50. കറക്റ്റ് $50 പറ്റത്തില്ലല്ലേ? ഇതിൽ ഏറ്റവും വില കൂടിയതാ ഈ $13 സ്റ്റിക്കറാണ്, നമുക്കത് ഒഴിവാക്കാം. സോ $38 നമ്മൾ വാങ്ങിയേക്കുവാണ്. 18 ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ഇത് മതി. സോ അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനങ്ങൾ മേടിക്കുന്നു. എന്തായാലും ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷെൽഫിലോട്ട് വെക്കാം. സോ ലൈക്ക് ഇതിനകത്ത് നമ്മൾ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ പിന്നെ ഓർഡർ ചെയ്ത് ഈ മാവാണ്, അതുകൊണ്ടാണ് ഫ്ലോർ. സോ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് ഫുള്ളായി. പിന്നെ നമുക്ക് ഇനി എടുത്തത് എണ്ണയാണ് തോന്നുന്നു ഓർഡർ ചെയ്തത്. യെസ്, എണ്ണയാണ്. ഇത് ഫുള്ള് വെക്കാം. സോ ഇതും കൂടെ ഞാൻ കൊണ്ടിരുന്നത് ശേഷം. സോ അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെഡും അതുപോലെ തന്നെ നമ്മുടെ മീറ്റും ഒക്കെ. സോ അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ പോരാ, നമുക്ക് ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കൂട്ടണം. നമുക്ക് ഇതിനൊരു $5 വെക്കാം. അതിന് നമുക്ക് 5 വെച്ച് നമുക്ക് $4 എന്താ പറയുക ലാഭം. ഒരെണ്ണത്തിനാണ് കിട്ടുക ആ പൈസ. അപ്പോൾ നമ്മൾ ഇത് ഒരു സെറ്റായിട്ട് മേടിച്ചോണ്ടാണ് അത്രയും രൂപ. ഇതിന് 3 അപ്പം നമുക്കിതിനൊരു 4.71 ഒരു 51 നോക്കാം. 50 വെക്കാം. ഇരിക്കട്ടെന്ന്. സോ നമ്മളെല്ലാം ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. സോ റൗണ്ട് ഫിഗർ ആയിട്ട് വെച്ചുള്ള എന്താ പറയുക നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 5.50 വെക്കാം. കറക്റ്റ് $1 മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ. അപ്പം നമുക്ക് $4 കറക്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ റൗണ്ട് ഫിഗർ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പം പടപടാന്ന് വരും, നമുക്ക് വിളിക്കാം. ചേച്ചി നല്ല ഡീലാണ്, നല്ല അടിപൊളി ഡീലാണ്. മാർക്കറ്റ് പ്രൈസ് ഒക്കെ ഒരു 4 ലക്ഷം രൂപയ്ക്കാണ്. നമ്മളിവിടെ വെറും 1 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓ, നിങ്ങളുടെ കടയിലാണോ 5 ലക്ഷം രൂപയുടെ സാധനം 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത്? പൊടിക്കടയാ കേട്ടോ. അതെ നമ്മുടെ കടയാണ്. ആ ചേച്ചി ഇത് ചെറുതാടേ പുള്ളിക്കാരത്തി. സോ ഇത്രയൊക്കെയുള്ള ചേച്ചി നമ്മളെ ഓടിക്കുവാണ്. സോ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് $150 ഉണ്ടാക്കാനാണ്. അതായത് $150 പറ്റുമോ ഇല്ലയോ ഗൈസ്, നിങ്ങൾ പറ. $150 ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരു $100 കൂടുതൽ. അതായത് നമ്മുടെ കയ്യിൽ $50 ഉണ്ടായിരുന്നു. നമ്മൾ $50 വെച്ച് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ലൈക്ക് ഒരു പ്രൊഫഷണൽ ഒരു മാനേജറൊക്കെ പോലത്തെ ലൈക്ക് ഇങ്ങനത്തെ ഷൂട്ടൊക്കെ ഇട്ട ആൾക്കാർ വന്നിട്ട് ബ്രെഡ് മേടിക്കും. മറ്റേ നോർമൽ പീപ്പിൾസ് വന്നിട്ട് എന്താ പറയുക ലൈക്ക് വില കൂടി 2-3-4 സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വന്നു. എന്താണ് ബ്രോ എന്നിട്ട് ലൈക്ക് കാർഡൊക്കെ തരും. ഈ പുള്ളിക്കാരൻ എന്താണ് ഞാൻ ആ ഫ്ലോറിൻ്റെ എന്താ പറയുക വില കുറച്ചപ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ലൈക്ക് ഞാനൊരു $8 അത് പറ്റുമോ ഇതിനകത്ത്? സോ $9.50 ആയിരുന്നു. ഞാൻ $8 കൊടുത്ത് നൈസായിട്ട് ഒഴിവാക്കിയിട്ട്. ചേട്ടാ കുട്ടിക്കടയാണ്. സോ 9 മണിയായി. സോ നമുക്ക് ഇന്നത്തെ ഡേ ഫിനിഷ് ചെയ്യാം. സോ അപ്പം നെക്സ്റ്റ് ഡേ എന്തൊക്കെ ഉണ്ടാവും? സോ ഗൈസ് നമ്മൾ ന്യൂ ഡേ അതുപോലെ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലോട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങണം. സോ അപ്പം ഞാൻ ഈ ഒരു ഷെൽഫ് ഫുള്ള് കാലിയാക്കാൻ പോകണം. അതുവരെ ഞാൻ ഈ ഒരു ഷെൽഫ് ഒറ്റ ഷെൽഫ് ഇങ്ങോട്ട് മാറ്റണം. സോ ഈ ഒരു ഷെൽഫ് ഞാൻ ഇങ്ങോട്ട് മാറ്റണം. 2 മാറ്റിയത് എനിക്ക് കയറി വരുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും ഒരു പ്രൊഫഷണൽ ഒരു പെട്ടിക്കട പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇത് 200 തന്നെ വെക്കാം. അത് തന്നെയാണ് ഒരു ഗുഡ് ചോയ്സ് പറയാനുള്ളത്. കാരണം നല്ല ഇട കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണോ നമ്മൾ അതുപോലെ നല്ല ഇട കിട്ടും. സോ ഗൈസ് വി ഗെറ്റ് സം 2 ഷെൽഫ് ഹിയർ. സോ എന്താ പറയുക ഗൈസ് നമ്മുടെ ഷോപ്പ് ഇങ്ങോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഷോപ്പ് നോക്കാൻ പറ്റില്ല. സോ അപ്പോൾ ആൾക്കാർ വരട്ടെ. ആ ചേട്ടനെ കണ്ടാലേ അറിയാം ഒരു പ്രൊഫഷണൽ ടച്ചും അതുപോലെ തന്നെ ഒരു ലുക്കുള്ളൊരു ചേട്ടനാണ്. ചേട്ടൻ ഞങ്ങളുടെ കടയിൽ കയറി അത്ര നല്ലതാണ്. ഈ ഒരു കടയിലുണ്ട്. ചേട്ടനും ചേട്ടനൊരു $45 പോലും മേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എന്നാ ഇങ്ങനെയുള്ളവർ ഒരു $5 സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ. അതെന്ത് ലോജിക്കാന്ന് എനിക്കറിഞ്ഞൂട. നിങ്ങൾക്ക് ആ ലോജിക്ക് എന്തെന്നറിയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ 5, 10, 5 ഗോ അവേ യു സ്റ്റുപ്പിഡ് പീപ്പിൾസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാമായിരുന്നു. കണ്ടോ ഞാൻ പറഞ്ഞില്ല ഒരു $5 പോലും മേടിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. ആ ചേച്ചി തന്നെ നല്ല $1 മേടിച്ചിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ ഗോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. $150. സോ ഈ ഒരു എന്താ പറയുക മൈദ എന്താ പറയുന്നത് ഗോതമ്പ് പൊടി എന്താ പറയത്തില്ലേ മൈദ അതാണ് ഫ്ലോർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറേ പൊടികളുണ്ട്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. സോ ഗൈസ് ഒരു എണ്ണ മാത്രം. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നതായിരിക്കും. ബൈ. Got my G when I'm in the van. Gone like pips on the middleman. Ain't nothing but a go down.